ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളുടെ കൊറിയക്കാരുടെ സ്പെഷ്യൽ റെസിപ്പിയായ സ്പൈസി കൊറിയൻ തെബൂക്കിയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് അവരുടെ സോസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി നമ്മളിവിടെ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് അവരുടെ ആ റൈസ് സ്റ്റിക്കാണ്. അപ്പോൾ അതിനായി നമ്മളിവിടെ ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പത്തിരിക്കും ഇടിയാപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ അരിപ്പൊടി തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമ്മൾ നല്ല പത്തിരിക്കും ഇടിയാപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പം നമ്മളുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാവെടുത്ത് കയ്യിലിട്ടൊന്ന് നന്നായി ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലെ. എന്നിട്ടിത് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് ഇതൊന്ന് നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മാവ് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് സ്റ്റിക്ക് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ റൈസ് സ്റ്റിക്കായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ റൈസ് സ്റ്റിക്ക് താഴ്ന്നായിരിക്കും കിടക്കുക. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നമ്മളുടെ മാവ് ഇതുപോലെ വെള്ളത്തിൽ നന്നായി പൊന്തി കിടക്കും. അപ്പോൾ അങ്ങനെ പൊന്തി വരുന്നതാണ് നമ്മളുടെ റൈസ് സ്റ്റിക്കിൻ്റെ പാകം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ റൈസ് സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസ് വാട്ടറിൽ ഇട്ട് നന്നായി ഇതിൻ്റെ ചൂടൊന്ന് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ റൈസ് സ്റ്റിക്ക് ഓവറായി കുക്കാവും. ഇനി നമുക്ക് തെബൂക്കി ഉണ്ടാക്കണമെങ്കിൽ കൊച്ചുചാങ് എന്ന് പറഞ്ഞൊരു സോസ് വേണം. അതിനായി ഒരു പാനിൽ നമുക്ക് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 10 to 15 കാശ്മീർ ചില്ലിയോ അല്ലെങ്കിൽ ഒട്ടും എരിവില്ലാത്ത ഉണക്കമുളകോ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് വെള്ളത്തിൽ കിടന്ന് സോക്കായി വരണം. അങ്ങനെ ഇപ്പോൾ നന്നായി നമ്മളുടെ ചില്ലി സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ട് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴണ്ട് വരുമ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നന്നായി ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി വഴറ്റി നല്ല തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കൊച്ചുചാങ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊച്ചുചാങ് പേസ്റ്റും 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ജാഗ്രി പൗഡറും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ റൈസ് സ്റ്റിക്ക് വേവിച്ചെടുത്ത വെള്ളവും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് സ്റ്റിക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി നമ്മളുടെ റൈസ് സ്റ്റിക്കിൽ ഗ്രേവി എല്ലാം പിടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ തെബൂക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് സെസമി സീഡും സ്പ്രിംഗ് ഓണിയനും തൂകി കൊടുത്ത് ചൂടോടുകൂടി സെർവ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കൊറിയൻ സ്പൈസി തെബൂക്കി റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.